بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد. മാന്യ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ പെരുന്നാൾ ദിന സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കൾക്ക് മധുരമൂറുന്ന പാട്ടുകളും പ്രസംഗങ്ങളുമായി കൊച്ചു കൂട്ടുകാർ നമ്മുടെ മുന്നിലെത്തുകയാണ്. പെരുന്നാൾ സുദിനം അതിൻ്റെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളിലൂടെയാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ഒരുപാട് പ്രതിഫലങ്ങൾ ഓഫർ ചെയ്ത പരിശുദ്ധ റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള രണ്ട് സന്തോഷ സുദിനത്തിലാണ് നമ്മളുള്ളത്. അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ജൗഹർ ഒഴുകൂർ, എൻ്റെ കൂടെ അമീൻ അഹമ്മദ് മങ്കട. ഓക്കെ, അപ്പോൾ അമീൻ അഹമ്മദ്, ഇന്ന് നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൽ ശവ്വാൽ അമ്പിളി പെരുന്നാൾ ദിന പ്രത്യേക പ്രോഗ്രാമിൽ ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്? ആരാണ് നമ്മോട് ആദ്യമായിട്ട് സംവദിക്കാൻ വരുന്നത്? ഇന്നത്തെ ആദ്യം നമ്മുടെ കൂടെ ഉള്ളത് മുഹമ്മദ് യസ്ദാനാണ്. മുഹമ്മദ് യസ്ദാൻ, 3ാം ക്ലാസ്സുകാരനായ മുഹമ്മദ് യസ്ദാൻ ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ മാമ്പറത്തിൽ നിന്നും നമ്മോടൊപ്പം ഒരു ഇംഗ്ലീഷ് സ്പീച്ചുമായിട്ടാണ് എത്തുന്നത്. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം ഇൻഷാ അല്ലാ. Assalamu alaikum warahmatullahi wabarakatuh. Dear teachers and friends, Alhamdulillah, firstly I thank Allah for giving me this chance to speak about the greatest message, the key to success, Tawheed. Let me ask you a few questions. Who gave us eyes to see? Who makes our heart beat? Who created the sun, the moon and the universe? The answer is only Allah. That is Tawheed. Believing Allah is one with no partner, no equal, no helper. Long ago, Prophet Ibrahim alayhi salam saw his people worshipping idols. He looked at the moon and the sun. When they disappeared, he said he would only worship Allah, who created the heavens, earth, never disappears, never dies, and is always with us. The importance of Tawheed. Our Prophet Muhammad sallallahu alaihi wasallam said, "Whoever sincerely say La ilaha illallah will enter Jannah." Tawheed is key to paradise. Without it, even fasting, zakah, and good deeds cannot open doors of Jannah. Allah taught us Tawheed clearly in Surah Al-Ikhlas. Qul wallahu ahad, Allahu samad, lam yalid wa lam yulad wa lam yakul lahu kufuwan ahad. It means Allah is one, eternal. He has no children, no parent, no equal. This surah is equal 1/3 of Quran. Our Prophet came with same message: worship Allah alone. So my dear friends, if we live with Tawheed, pray only to Allah, make dua only to Him, then and avoid the biggest sin, worshipping others beside Allah, then inshallah Allah will bless us in Jannah. Together let's say La ilaha illallah Muhammadur Rasulullah. Assalamu alaikum warahmatullahi wabarakatuh. മാഷാ അല്ലാഹ്. അമീൻ അഹമ്മദ്, എന്താണ് നമ്മുടെ മുഹമ്മദ് യസ്ദാൻ്റെ സ്പീച്ചിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചത്? തൗഹീദിനെ കുറിച്ചായിരുന്നു അല്ലേ? അതെ, നല്ല അള്ളാഹുവിനോടുള്ള ഏകദൈവാരാധന, അവനോട് മാത്രമുള്ള പ്രാർത്ഥന അല്ലേ? ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മോട് യസ്ദാൻ, 3ാം ക്ലാസ്സുകാരനാണ്, നമ്മോട് സൂചിപ്പിച്ചത്. ഭാവിയിൽ ഇതിനേക്കാൾ മനോഹരമായിട്ട് നല്ല പ്രസംഗങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇൻഷാ അല്ലാ. അടുത്തതായിട്ട് ഒരു അറബി ഗാനമാണ്. അറബി ഗാനത്തിൽ നമ്മോടൊപ്പം ആരാണ്? മുഹമ്മദ് ഷയാൻ കെ അല്ലേ? അവന് അൽഹിക്മ പ്രീ സ്കൂൾ എടത്തനാട്ടുകാരയിൽ നിന്നാണ് വരുന്നത് അല്ലേ? LKG സ്റ്റുഡൻ്റ് ആണല്ലേ? അപ്പോൾ അവൻ്റെ ഒരു
കൊച്ചു അറബി ഗാനം നമുക്കൊന്ന് ഇൻഷാ അല്ലാ ശ്രവിക്കാം. നമുക്ക് അതിലേക്ക് പോവാം. السلام عليكم. شوفوا شوفوا أحبابي، شوفوا شوفوا إلي، أنا طائرة ورقية، الألوان المختلفة، أرفع وأطير في الجو، أنشد أرقص بالمرح. شوفوا شوفوا أحبابي، شوفوا شوفوا إلي، ألعب مع الأطيار، أقص مع الأرواح. شوفوا شوفوا إلي، شوفوا شوفوا أحبابي، أنا طائرة الورقية، الألوان المختلفة. മാഷാ അല്ലാ, നല്ല ഉഷാർ അറബി സോങ് ആണ് അല്ലേ? അതെ, ഇത് അറബി സോങ് എന്നതിലപ്പുറത്ത് ഈ അറബി എന്താ പറയുക, കവിത, നമ്മൾ ഈ കുട്ടി കവിതകൾ ഉണ്ടല്ലോ, ആ സാധാരണ നമ്മളെ ഈ പാഠപുസ്തകത്തിലൊക്കെ വരുന്ന ചെറിയ ക്ലാസ്സുകളിലൊക്കെ വരുന്ന ഒരു ചെറിയ കുട്ടി കവിതയായിട്ടാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്. ഏതായിരുന്നാലും പെരുന്നാൾ ചൊവ്വാൽ അമ്പിളി പെരുന്നാൾ ദിന പ്രത്യേക പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്റ്റാർ ക്വസ്റ്റ് അടുത്തതായിട്ട് നമ്മോടൊപ്പം ആരാണ്? ഐസ അജ്മൽ പി എ. ഐസ അജ്മൽ പി എ 6ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് ഐസ അജ്മൽ. കുട്ടിയുടെ സ്കൂൾ എവിടെയാണ്? പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അതെ, പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഐസ അജ്മലിൻ്റെ ഒരു മലയാള ഗാനമാണ് സ്റ്റാർ ക്വസ്റ്റിൽ ശ്രോതാക്കൾ ശ്രവിക്കാനിരിക്കുന്നത്. നമുക്കതൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ഇൻഷാ അല്ലാ. അഹദിൻ പരീക്ഷണം അലിയാത്തങ്ങളെ വീട്ടിൽ പട്ടിണി ഫാത്തിമ ബീവി കണ്ണീർ വാർക്കലായി കനിമലരുകളായി ഹസൻ ഹുസൈനെ കണ്ട് കാരണകം പൊട്ടിക്കരഞ്ഞു നബിയുടെ പൂമോൾ ത്വാഹ നബിയോടൊരു സങ്കടം ത്വാഹ നബിയോടൊരു സങ്കടം മോളെ നീ ക്ഷമിച്ചു നോക്ക് പരീക്ഷണത്തെ ജയിച്ചു കാട്ട് നാളെ ആ സുവർഗലോകം ഭരിച്ചിടാനായി സബൂർ കാട്ട് ഫാത്തിമത്ത് സഹറ തിരിച്ചു വീട്ടിൽ ഫതഹ് ഭരിക്കാൻ ഉറച്ച മട്ട് ഫലമത് താനേ സുവർഗമേട്ടിൽ ഉപ്പ കൊടുത്ത വാക്കിനോർജമേ വിജയിച്ചു ഫാത്തിമ കുടുംബമേ അഹദിൻ പരീക്ഷണം അലിയാ തങ്ങളെ വീട്ടിൽ പട്ടിണി ഫാത്തിമ ബീവി കണ്ണീർ വാർക്കലായി കനിമലരുകളായി ഹസൻ ഹുസൈനെ കണ്ട് കാരളകം പൊട്ടിക്കരഞ്ഞു നബിയുടെ പൂമോൾ ത്വാഹ നബിയോടോതി സങ്കടം ത്വാഹ നബിയോടോതി സങ്കടം നമ്മൾ ഈ ചരിത്ര പാഠം പഠിച്ചിടേണം ജയിച്ചിടേണം തിങ്കൾ നബിയുരത്ത മാർഗം വരിച്ചിടാനായി ഗമിച്ചിടേണം വദേതുറപ്പിൽ തവക്കുലാക്ക് വ്യതിചലിക്കാതെ നടന്നു നോക്ക് വഴിമാറിയിടാൻ നിന്റെ ഹലാലിൻ സബറിൻ പ്രതിഫലങ്ങളേറെയായി സ്വർഗത്തിൻ മാർഗം പുൽകാം സ്നേഹിത അഹദിൻ പരീക്ഷണം അലിയാ തങ്ങളെ വീട്ടിൽ പട്ടിണി ഫാത്തിമ ബീവി കണ്ണീർ വാർക്കലായി കനിമലരുകളായി ഹസൻ ഹുസൈനെ കണ്ട് കാരളകം പൊട്ടിക്കരഞ്ഞു നബിയുടെ പൂമോൾ ത്വാഹ നബിയോടോതി സങ്കടം ത്വാഹ നബിയോടോതി സങ്കടം. ശുക്രൻ. മാഷാ അല്ലാ, ഐസ അജ്മൽ വളരെ മനോഹരമായിട്ട് നമ്മൾക്ക് ഒരു ഗാനം, ഒരു മലയാള ഗാനം, പ്രത്യേകിച്ച് ഒരു ചരിത്ര സംഭവം കൂടെയുള്ള അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് ആയിഷ ബീവിയുമായി
ഫാത്തിമ ബീവിയുമായി നടക്കുന്ന ഒരു ആ ഒരു ചരിത്രം ഉറപ്പെടുത്തുന്ന ഒരു ഗാനമാണ് പാടിയിട്ടുള്ളത്. അതെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്റ്റാർ ക്വസ്റ്റിലേക്കൊക്കെ നമ്മൾ പ്രത്യേകം പ്രോഗ്രാമുകൾ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മൾ ഒരു റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു പുറത്തുനിന്നുള്ള ശബ്ദങ്ങളൊക്കെ ഇല്ലാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. പുറത്തുള്ള നോയ്സുകളൊക്കെ കേൾക്കാൻ, ശ്രോതാക്കൾക്ക് കേൾക്കാനൊരു ഭംഗി വേണ്ടേ? അതെ അതെ. അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ സ്റ്റുഡിയോയിൽ വന്ന് റെക്കോർഡ് ചെയ്യുന്നതല്ലല്ലോ, വീട്ടിൽ നിന്നുമുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഏറ്റവും മനോഹരമായിട്ട് ശ്രോതാക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ പുറത്തുനിന്നുള്ള സൗണ്ടുകളൊക്കെ മാക്സിമം ഒഴിവാക്കി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഐസ അജ്മൽ വളരെ മനോഹരമായിട്ട് ആ ഒരു ഗാനം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഉഷാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതെ, ഇൻഷാ അല്ലാഹ്. അടുത്തത് ആരാണെന്ന്? അടുത്തത് അടുത്തത് ആസിം ഫഹ്മീനാണ്. ആസിം ഫഹ്മീൻ, 5ാം ക്ലാസ്സുകാരനായ ആസിം ഫഹ്മീൻ RMHS മേലാറ്റൂരിൽ നിന്നുമാണ് നമ്മോട് ഒപ്പം ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിൽ ചേരുന്നത്, ഒരു മലയാള ഗാനവുമായിട്ട്. അടുത്തൊരു മലയാള ഗാനം നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. കഥയില്ലാത്തോന് കഥയിൽ വന്നോന്, കഥയില്ലാത്തോന് കഥയിൽ വന്നോന്, കളി കണ്ടാ തോന്നും കഴിവുള്ളോനാ തന്നെത്താനേ, കളി കണ്ടാ തോന്നും കഴിവുള്ളോനാ തന്നെത്താനേ, കനിവിൻ്റെ മഴ പെയ്തേരം അഹദിൻ്റെ അറിവിന്നറയിലഴകേറും മഴവില്ലായി ഒരു മാത്ര തെളിഞ്ഞോരേ, കഥയില്ലാത്തോന് കഥയിൽ വന്നോന്, കഥയില്ലാത്തോന് കഥയിൽ വന്നോന്, കളി കണ്ടാ തോന്നും കഴിവുള്ളോനാ തന്നെത്താനേ, കളി കണ്ടാ തോന്നും കഴിവുള്ളോനാ തന്നെത്താനേ. മാഷാ അല്ലാഹ്. നമ്മുടെ ആസിം ഫഹ്മിൻ്റെ ഒരു മലയാള ഗാനമാണ്. മനുഷ്യൻ്റെ അഹങ്കാരത്തെക്കുറിച്ച്, അത് അധികം നീണ്ടുപോകില്ല എന്നൊക്കെയുള്ള ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന നല്ലൊരു ഗാനമാണ്. ശരിയാ, ആസിം ഫഹ്മീൻ ഈ ഒരു സമയത്ത് നമ്മെ സൂചിപ്പിച്ചിട്ടുള്ളത്. മനോഹരമായിട്ട് തന്നെ 5ാം ക്ലാസ്സുകാരനായി പാടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ പെരുന്നാൾ ദിന പ്രത്യേക പ്രോഗ്രാം ഷവ്വാൽ അമ്പിളി സ്റ്റാർ ക്വസ്റ്റിൽ ആരാണ് നമ്മോടൊപ്പം ചേരുന്നത്? ഇഷ ഫാത്തിമ സി ആണ് നമ്മുടെ. ഇഷ ഫാത്തിമ സി അല്ലേ, 2ാം ക്ലാസ്സിലെ ഒരു കൊച്ചു കൂട്ടുകാരിയാണ്. എമിറ്റി ഗ്ലോബൽ സ്കൂൾ എടവണ്ണയിൽ നിന്നാണ് ഈ ഒരു പ്രോഗ്രാമുമായിട്ട് നമ്മോടൊപ്പം ചേരുന്നത്. വീണ്ടും ഒരു മലയാള സോങ് തന്നെയാണ്. അതെ, നമുക്കതൊന്ന് കേൾക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ലബ്ബൈക പാടുന്നു ജനക്കൊടിയടുങ്ങലും ഉടയോനോടെടുക്കുന്നു, ലക്ഷ്യം നീലാഹിൻ്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജബുരി നടക്കും, ഉള്ളു തൊടിച്ച് കൊതിച്ച് വിളിച്ച് ജഹിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക തടുത്തിടുന്നേ, റബ്ബിൽ ഉദിബൈത് നടത്തിടുന്നേ, കൽബിൽ പെരുത്തു മുഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനെ വിണ്ടാനെ ഗുണപൂണ്ടാനേ, ലബ്ബൈക പാടുന്നു ജനക്കൊടിയടുങ്ങലും ഉടയോനോടെടുക്കുന്നു, ലക്ഷ്യം നീലാഹിൻ്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജബുരി നടക്കും, ഉള്ളു തൊടിച്ച് കൊതിച്ച് വിളിച്ച് ജഹിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക തടുത്തിടുന്നേ, റബ്ബിൽ ഉദിബൈത് നടത്തിടുന്നേ, കൽബിൽ പെരുത്തു മുഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനെ വിണ്ടാനെ ഗുണപൂണ്ടാനേ. പല ദേശം പല ഭാഷ പല വേഷമാവിടും, പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കും ഈ വീടും, പല ദേശം പല ഭാഷ പല വേഷമാവിടും, പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കും ഈ വീടും, അഖിലറും ഹരിലുകൾ വിളിച്ചൊര വിളിക്കട്ടെ, അതിർപ്പത്തിനും വചനങ്ങൾ ഒരു വീട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ച് വരച്ചു തുണച്ച്
നയിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനെ വിണ്ടാനെ ഗുണപൂണ്ടാനേ ലബ്ബൈക പാടുന്നു ജനക്കൊടിയടുങ്ങലും ഉടയോനെടുക്കുന്നു ലക്ഷ്യം നീലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ഇതപുരി നടക്കും ഉള്ളു തൊടിച്ച് കൊതിച്ച് വെളിച്ച് ദഹിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക തടുത്തിടുന്നേ റബ്ബില്ലുതിബതു നടത്തിടുന്നേ കൽബിൽ പെരുത്തു മുഹബത്തോടെ ഓരത്തിന് തേടി വിണ്ടാനെ വിണ്ടാനെ ഗുണപൂണ്ടാനേ സഫ മറുവ കിടക്കവ് സാഹിയുകൾ നടത്തി സ്മരണയ ഹാജറും മാഷാ അല്ലാ, നമ്മുടെ 2ാം ക്ലാസ്സുകാരിയുടെ ഒരു ലെവലിനുള്ള പാട്ടല്ല ഇത്. യെസ്, ശരിയാണ്. അത്യാവശ്യം നല്ല ഒരു ഈ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു സ്പീഡ് സോങ് അല്ലേ, ഒരു ഫാസ്റ്റ് നമ്പർ എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ഒരു പാട്ടാണ് നമ്മുടെ ഇഷ ഫാത്തിമ നമ്മൾക്ക് നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. അതെ, പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുക എന്നുള്ളതൊരു പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഇഷ ഫാത്തിമ അത് എന്ത് ചെയ്തു, നമ്മുടെ ശ്രോതാക്കൾക്ക് ഉഷാറാക്കി അടിച്ച് പൊളിച്ച് ഈ ഒരു പ്രത്യേകിച്ച് പെരുന്നാൾ സുദിനത്തിൽ പാടി എന്നുള്ളതാണ് നമുക്ക് ഏറെ സന്തോഷമുള്ള കാര്യം. ഏതായിരുന്നാലും കൂടുതൽ നല്ല പാട്ടുകളുമായിട്ട് വീണ്ടും നമ്മോടൊപ്പം ചേരാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശവ്വാലമ്പിളി പെരുന്നാൾ ദിന പ്രത്യേക പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് പോകുന്നു. അടുത്തതായിട്ട് പീസ് റേഡിയോ ശ്രോതാക്കളോടൊപ്പം മുഹമ്മദ് സയാൻ ഒരു മലയാള ഗാനവുമായിട്ടാണ് വരുന്നത്. UKG വിദ്യാർത്ഥിയാണ് അല്ലേ? അതെ, മുഹമ്മദ് സയാൻ ഒരു മലയാള ഗാനം അല്ലേ, നമുക്കതൊന്ന് കേൾക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. മണ്ണില് നല്ലൊരു ദീനുണ്ട്, ദീനിന് നേതാവൊന്നുണ്ട്, നേതാവിനൊരു പേരുണ്ട് മുഹമ്മദിയാ നബിയുള്ള, മുഹമ്മദിയാ നബിയുള്ള. നേരിൽ തീർത്തൊരു വഴിയുണ്ട്, നിത്യദർശനം ഒന്നുണ്ട്, അല്ല കൊടുത്ത കലാമുണ്ട്, ഫുർഖാനുള്ള നീമുണ്ട്, ഫർക്കാറ്റുൽ തിരുനൂറിന്. മാഷാ അല്ലാ, നല്ല ഉഷാറായിട്ടാണ് നമ്മുടെ മുഹമ്മദ് സയാൻ പാടിയിട്ടുള്ളത് അല്ലേ? അതെ, ഈ ഒരു പാട്ട് UKG വിദ്യാർത്ഥിയാണ്, അതിൻ്റെ ഒരു കുട്ടിത്തം ഈ ഒരു പാട്ടിന് നമുക്ക് ഉണ്ട്, കേൾക്കാൻ കഴിയും. അതെ, നമുക്ക് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ പാട്ട് പാടുമ്പോൾ അതിന് ഒരു പ്രത്യേക രസമാണ്. ശരിക്കും ഈ പാട്ടൊക്കെ പഠിച്ച് അങ്ങനെ പാടുന്ന കുട്ടികളുടെ പാട്ട് ഒരു വേറൊരു സ്റ്റൈലാണ്. പക്ഷേ നിഷ്കളങ്കമായിട്ട് പാടുന്ന പ്രത്യേകിച്ച് LKG UKG 1-2 ക്ലാസ്സുകളിലൊക്കെയുള്ള കുട്ടികൾ പാടുമ്പോൾ അതിന് വേറെ രസമാണ്. അതെ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു പെരുന്നാൾ സുദിനത്തിൽ കേൾക്കുക എന്നുള്ളത് ഒരു ഭാഗ്യവും കൂടെയാണ്. നല്ല നല്ല ഇസ്ലാമിക ഗാനങ്ങൾ. ഏതായിരുന്നാലും നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് തന്നെയാണ്. ആരാണ് നമ്മോടൊപ്പം അടുത്തതായിട്ട് ചേരുന്നത്? അടുത്തത് നമ്മുടെ കൂടെ മറിയം ബിൻത്ത് യാസിറാണ്. അതെ, 10ാം ക്ലാസ്സിലെ മറിയം ബിൻത്ത് യാസിർ ഒരു മലയാള സ്പീച്ചുമായിട്ടാണ് നമ്മോടൊപ്പം ചേരുന്നത്. AHM GHS സ്കൂളിൽ നിന്നാണ് ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ചേരുന്നത്. നമുക്ക് ആ പ്രസംഗം ഒന്ന് കേൾക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എൻ്റെ പേര് മറിയം ബിൻത്ത് യാസിർ. AHM GHSS കോക്കൂർ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സൂറ ബഖറയിലെ 250ാം വചനത്തിലെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ആരംഭിക്കാം. قالوا ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഈദ് ദിനാശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയ ശേഷം മദീന നിവാസികൾ ആഘോഷിച്ചിരുന്ന 2 ദിനങ്ങളെക്കുറിച്ച് അറിയുകയും അത് ജാഹിലിയ കാലം മുതലേ ആചരിക്കുന്നതാണെന്ന് അറിയാൻ ഇടയാവുകയും ചെയ്തു. ഇതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഇവ രണ്ടിനും പകരമായി ഇവയേക്കാൾ മഹത്വമുള്ള യൗമുൽ ഫിത്റും യൗമുൽ അദ്ഹയും നമുക്കായി നൽകിയിട്ടുണ്ട്. അതെ, ഇന്ന് യൗമുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ സുദിനം. ഈ ചെറിയ പെരുന്നാൾ വിശ്വാസിയിൽ സന്തോഷമുളവാക്കുന്നു. ഈദ് മുസ്ലിമിന് അള്ളാഹു നിശ്ചയിച്ച ആഘോഷമാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് ശുക്ർ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ആഘോഷം. അൽഹംദുലില്ലാഹ്. ഇനി നമുക്കൊരു ആത്മവിചാരണ നടത്തിയാലോ? ആത്മീയവും
മതപരവുമായ വീക്ഷണത്തിൽ നാം റമദാനിലെ സൽക്കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു. ശവ്വാൽ 1 നമ്മുടെ അവസ്ഥ എന്താണ്? ഈ 30 ദിവസം നോമ്പെടുത്ത് സക്കാത്ത് നൽകി രാത്രികാലങ്ങളിൽ നമസ്കാരം വർദ്ധിപ്പിച്ചും വിശുദ്ധി നേടിയ നാം ഈദ് ദിനത്തിൽ നമ്മൾ നേടിയെടുത്ത തഖ്വയും ഈമാനും ആത്മശുദ്ധിയും നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ആഘോഷിക്കാറുള്ളത്. നബിയോ സ്വഹാബത്തോ കാണിച്ചു തരാത്ത രീതിയിലുള്ള ആഘോഷങ്ങൾക്കും ആർഭാടങ്ങൾക്കും വിധേയമാകുന്ന ഒരു കൂട്ടം മുസ്ലിം സമുദായം. ആഘോഷങ്ങളെല്ലാം ഇസ്ലാമിന് വിരുദ്ധമാണെന്ന് കള്ളപ്രചാരണങ്ങൾ നടത്തുന്നവരോട് ഈ ആഘോഷം മുസ്ലിം ഉമ്മത്തിന് അനുവദിച്ചു തന്നത് തന്നെ സർവ്വലോക പരിപാലകനായ റബ്ബാണ്. പക്ഷേ നിങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള ആഘോഷമല്ല ഈ 2 പെരുന്നാളുകളും. വളരെ ലളിതവും എന്നാൽ സന്തോഷത്തിനും ഒത്തുചേരലിനും പങ്കുവെക്കലിനും സമ്മാനങ്ങൾ കൈമാറുന്നതിനും ബന്ധുമിത്രാദികളെ സന്ദർശിക്കുന്നതിലൂടെയും സന്തോഷങ്ങൾ ആഘോഷങ്ങളായി മാറുന്നു. എന്നാൽ ഇന്നത്തെ ആഘോഷങ്ങൾ സിനിമാ തിയേറ്ററുകളിലും ആൺ പെൺ ഭേദമില്ലാത്ത വാട്ടർ തീം പാർക്കിലും ആഘോഷമാക്കുന്ന ഒരു കൂട്ടം മുസ്ലിം നാമധാരികൾ. സുഡിയോ ഒരു കൂട്ടം ഉമ്മത്തിനായി ഇറക്കിയ ഷോറൂം. പർദ്ദ ധരിച്ച ഉമ്മയുടെ കൂടെ ജീൻസും ടോപ്പും പേരിനൊരു ഷോളും ധരിച്ചു വരുന്ന മുസ്ലിം നാമധാരികളായ പെൺകുട്ടികൾ. ഇവരുടെ കാഴ്ചപ്പാടിൽ ഇങ്ങനെയെല്ലാം ധരിച്ച് ആഘോഷങ്ങളെല്ലാം ആർഭാടമാക്കി ഒരു പരിധിയുമില്ലാത്ത അതിർവരമ്പുകൾ ലംഘിക്കുന്ന ഈ ആഘോഷമാണ് ഈദ് എന്നാണ്. എന്തിനേറെ പരിശുദ്ധ റമദാനിലെ നോമ്പ് തന്നെ മലമുകളിലും കടൽ തീരത്തും പുതിയ വൈബാക്കി മാറ്റുന്ന ന്യൂ ജനറേഷൻ. അതെല്ലാം ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമ്പോൾ അതേറ്റുപിടിക്കാൻ കൂടെ കുറെ മുസ്ലിം നാമധാരികളും. ഇത്തരം അനിസ്ലാമിക കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിച്ചത് ആരെയും കുറ്റപ്പെടുത്താനല്ല, മറിച്ച് ഒരു ആത്മവിചാരണ നടത്താൻ മാത്രം. ഞാൻ ചെയ്തതെല്ലാം അള്ളാഹു കൽപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന കാര്യങ്ങളാണോ എന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം. എന്താ മുസ്ലിമേ നിങ്ങൾ ചിന്തിക്കാത്തത്? അള്ളാഹു നമുക്കൊരുക്കി വെച്ച ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ആ സ്വർഗം നമുക്ക് വേണ്ടേ? സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ്ണ നൂലിൽ തീർത്ത കട്ടിലു കാണാം നമുക്ക്. മുത്തുകൾ പോലുള്ള കുഞ്ഞുങ്ങൾ കോപ്പയാൽ ചുറ്റുന്ന കാഴ്ചകൾ കാണാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറിയം ബിൻത്ത് യാസിറിൻ്റെ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ അമീൻ ശരിക്കും നമ്മൾക്ക് ഒരു പ്രൊഫഷണൽ ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ സാധാരണ ഈ പ്രസംഗം ഒക്കെ കുട്ടികൾ അവതരിപ്പിക്കുമ്പോൾ ഒരു ശ്വാസത്തിൽ കൂടെ തുടങ്ങിയിട്ട് അവസാനം വരെ ഒരൊറ്റ ടോണിൽ പോകുന്ന രീതിയാണ്. ഇത് അങ്ങനെയല്ല. ഇതിൻ്റെ ഇന്നത്തെ ദിവസം ഈ ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കാരണം പെരുന്നാൾ ദിവസങ്ങളിൽ നമ്മുടെ മുസ്ലിം സമൂഹം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അല്ലേ, അതെടുത്ത് പറഞ്ഞു. അതെ, 30 ദിവസത്തെ വ്രതശുദ്ധി ഒന്നാകെ കളഞ്ഞു കുളിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എടുത്ത് പറഞ്ഞു. അതുമല്ല, ഈ ഒരു പ്രസംഗത്തിന് ഭംഗി കൂട്ടാൻ സാധാരണ ഈ പ്രാസംഗികരൊക്കെ ചെയ്യുന്ന കാര്യമാണെന്ത്, ഒരു കവിതാശകലം ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ ഉദ്ധരണികൾ അവരുടെ കവിതകൾ, അറബി കവിതകൾ, വരികളൊക്കെ ചേർക്കുക. അങ്ങനെ ഒരു സംഗതി കൂടെ നമ്മുടെ മറിയം ബിൻത്ത് യാസിർ ഒരു പ്രസംഗത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അവസാനം സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു പാട്ടും ഒക്കെ ആഡ് ചെയ്ത് അതിനെ മനോഹരമാക്കാൻ ശ്രമിച്ചു എന്നതാണ്. അപ്പോൾ ഒരു നല്ലൊരു പ്രീ വർക്ക് എടുത്തിട്ടാണ് നമ്മുടെ മറിയം ബിൻത്ത് യാസിർ ഈ ഒരു പ്രസംഗം നമുക്കായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് ഉഷാറാക്കി ഡെലിവർ ചെയ്തു എന്നാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാൻ പാർക്കില്ല. ഫീക്കും വീണ്ടും ഇത്തരം നല്ല നല്ല പ്രോഗ്രാമുകളുമായിട്ട് പീസ് റേഡിയോയുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ മറിയം ബിൻത്ത് യാസറിനോടും മറ്റു ശ്രോതാക്കളോടും നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ആരാണ് അടുത്തതായിട്ട് നമ്മോടൊപ്പം ഉള്ളത്? അടുത്തത് നമ്മുടെ കൂടെ ഉള്ളത് ഹസ്മിയ നൗഷാദാണ്. അതെ, ഹസ്മിയ നൗഷാദിന് ഒരു പ്രത്യേകത ഉണ്ട്. ഹസ്മിയ നൗഷാദ് കേരളത്തിൽ നിന്നല്ല, ദുബായിൽ നിന്നാണ്. ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് സ്കൂൾ ദുബായിൽ നിന്നും KG1 ഒരു സ്റ്റുഡൻ്റാണ് ഹസ്മിയ നൗഷാദ്. ഒരു മലയാള ഗാനമാണ്, നമുക്കതൊന്ന് ശ്രവിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അമ്പിളിച്ചേരുള്ള അമ്പർ മണവുള്ള ഇമ്പത്തണിയുള്ള തൂമുത്ത
മുത്ത് ഹാജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അരകിലും തങ്കപ്പൂത്തു മുത്ത് ഹാജറ അമ്പിളിച്ചേരുള്ള അമ്പർ മണവുള്ള ഇമ്പത്താനിയുള്ള തൂമുത്ത് ഹാജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അരകിലും തങ്കപ്പൂത്തു മുത്ത് ഹാജറ സംസമിൻ്റെ കച്ചരത്തിൽ ഉണ്ട് ഹാജറ സഫ മർവ കഥയിലും ബീവി ഹാജറ സംസമിൻ്റെ ചരത്തിലും ഉണ്ട് ഹാജറ സഫ മർവ കഥയിലും ബീവി ഹാജറ അമ്പിളിച്ചേരുള്ള അമ്പർ മണവുള്ള ഇമ്പത്തനിയുള്ള തൂമുത്ത് ഹാജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അരകിലും തങ്കപ്പൂ തൂമുത്ത് ഹാജറ. മാഷാ അല്ലാഹ്, വളരെ മനോഹരമായിട്ട് ഹസ്മിയ നൗഷാദ് അല്ലേ ഈ പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും ഈ പാട്ടിൻ്റെ വരികളിൽ കുറച്ച് തെറ്റുകളുണ്ട്. പക്ഷെ അത് നമ്മളെന്ത് ചെയ്യില്ല, പറയൂല. കാരണം KG 1 സ്റ്റുഡൻ്റാണ്. അപ്പോൾ എല്ലാം ഒത്തിണങ്ങിയ പാട്ട് എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിലയിരുത്താൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ KG 1 കുട്ടി ഇങ്ങനെ പാടുന്നുണ്ടെങ്കിൽ അവൾ കുറച്ചൊക്കെ ഒന്നുകൂടെ ഉഷാറായി വരുമ്പോൾ ഇതിനേക്കാൾ ഉഷാറായിട്ട് പാടും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ശവ്വാൽ അമ്പിളി പെരുന്നാൾ ദിന പ്രത്യേക പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ് അതിൻ്റെ അവസാനത്തെ പ്രോഗ്രാമിലായിരുന്നു ഹസ്മിയ നൗഷാദ് നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത്. വീണ്ടും അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് ഇതുപോലെ തന്നെ കുട്ടികളുമായിട്ട് ഒത്തുചേരാമെന്ന് ആശംസിക്കുകയാണ്. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പ്രത്യേക പെരുന്നാൾ ആശംസകൾ പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.